വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറെ മറികടക്കാൻ സെർച്ച് കമ്മിറ്റിയുമായി സംസ്ഥാന സർക്കാർ. സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. നടപടി രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. ഈ സർക്കാരിന്റെ ഉത്തരവ്. രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഈ ബില്ലിരിക്കവെയാണ് ഈ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നതും. ടിൻഡു ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത്. VC നിയമനവുമായി ബന്ധപ്പെട്ട പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. ഈ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അതായത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി അല്ലെങ്കിൽ ഗവർണർക്ക് മാത്രമേ ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് VCയുടെ നിയമനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് UGC റെഗുലേറ്ററി അല്ലെങ്കിൽ UGC ആക്ടും വ്യക്തമാക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള UGC നിയമങ്ങളോ അങ്ങനത്തെ UGCയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു കൈകടത്തൽ എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇതിലൊരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതോടൊപ്പം തന്നെ UGC പ്രതിനിധി തുടങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിയമസഭയിൽ ഈ ബില്ല് വരികയും ഈ ബില്ല് രാജ്ഭവനിലേക്ക് അയക്കുകയും തുടർന്ന് നിയമവ്യവസ്ഥ, അതായത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. രാഷ്ട്രപതി ഈ വിഷയങ്ങൾ, അതായത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലോട് കൂടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ട അധികാരം നൽകിയിട്ടുണ്ടോ ഒന്നൊന്നും ഈ കാര്യത്തിൽ വ്യക്തമല്ല. ആ വ്യക്തതയില്ലാത്ത ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ധൃതി പിടിച്ചുകൊണ്ട് ഗവർണറെ അല്ലെങ്കിൽ ചാൻസലറായ ഗവർണറെ മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഭൂരിഭാഗം സർവകലാശാലകളിലും VC എന്ന് പറയുന്ന താൽക്കാലിക VCകളെയാണ് നിയമിച്ചിട്ടുള്ളത്. ഈ VCകളെ മാറ്റി അവിടെ ഒരു സ്ഥിര വൈസ് ചാൻസലർ സംവിധാനം കൊണ്ടുവരാനായിട്ടാണ് ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വാദം. പക്ഷേ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് VC നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ചകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ചുകൊണ്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ സേവ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയൊക്കെ ആരോപണം. അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് ഇരിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് ഈ VC നിയമനം അതുപോലുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് സർക്കാരിനൊരു കടന്നുകയറ്റം ആവശ്യമില്ല എന്നൊക്കെ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. അതിലൂടെയാണ് മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിൽ സർക്കാരിന് കൈകടത്തേണ്ട കാര്യമില്ല എന്ന് വ്യവസ്ഥയാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഗവർണറെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. എന്നാൽ നിലവിലിപ്പോൾ VC നിയമനവുമായി ബന്ധപ്പെട്ടും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായിട്ടുള്ള ഉത്തരവാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. അനു, വിവരങ്ങൾ നൽകിയത്.